റമദാനിൽ പഴം നിറച്ചതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ ഫുള്ള് കാണാൻ നിൽക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 3/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുക. ബദാമും കാഷ്യൂനട്ടൊക്കെ. പിന്നെ ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യുക. എല്ലാം നല്ലപോലെ മുരിപ്പിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള പഴമൊക്കെ എടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ നടു ഒന്ന് കീറി കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പഴം വേണം എടുക്കാൻ. നന്നായി പഴുത്ത പഴം എടുത്താൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വേണം ഇതുപോലെ 2 അറ്റവും മുറിയാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ സെൻറ്റർ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ആക്കി വെക്കണം. എന്നിട്ട് നമ്മളിത് നല്ല എയർ ടൈറ്റുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം മാക്സിമം 2 ആഴ്ച വരെ ഇത് കിട്ടും. നമ്മൾ കൈ തൊടാതെ വെച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ കലക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല കുറുന്ന പോലെ കലക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കലക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതുപോലെ പഴമൊക്കെ അതിലേക്ക് ഡിപ്പ് ചെയ്യുക. മുകളിൽ കുറച്ച് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പം പുറത്തേക്ക് വരാത്ത വിധത്തിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പഴം ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് പൊരിക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. കണ്ടോ, ഇപ്പം പഴമൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതോടൊപ്പം എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കമൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കണ്ട. താങ്ക് യു.